2 years ഓഫ് ലിയോ. ഇന്ന് ലിയോ ഇറങ്ങിയിട്ട് 2 വർഷം തികയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഒക്ടോബർ 19 ചിത്രം ഇറങ്ങിയത്. കബാലിക്ക് ശേഷം വേൾഡ് വൈഡ് ഏറ്റവും വലിയ ഹൈപ്പി വന്ന തമിഴ് ചിത്രമായിരുന്നു ലിയോ. അതിന് പ്രധാന കാരണം ലോകേഷിൻ്റെ കഴിഞ്ഞ ചിത്രമായ വിക്രം തന്നെയായിരുന്നു. വിക്രമിന് ശേഷം ലോകേഷും ഒപ്പം വിജയും ചേരുന്നു. ഒപ്പം ഇത് LCU ആണോ അല്ലയോ എന്നുള്ളൊരു ഹൈപ്പും കൂടി ചേർന്ന് കബാലിക്ക് ശേഷം ഏറ്റവും വലിയ ഹൈപ്പി റിലീസായ ചിത്രമായിരുന്നു ലിയോ. ഒക്ടോബർ 19 ചിത്രം വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ തിയേറ്റർ റിലീസായ തമിഴ് ചിത്രം എന്ന റെക്കോർഡോടെയായിരുന്നു റിലീസായത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കാശ് നേടിയ അന്നത്തെ ചിത്രമായിരുന്നു ലിയോ. ഇന്ന് കൂലിയാണ്, പക്ഷെ അന്ന് ലിയോ ആയിരുന്നു. ലിയോ എന്ന സിനിമയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് സിനിമ എന്ന രീതിയിൽ തന്നെ പറയാവുന്ന ഒരു ചിത്രമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ വിജയുടെ ഏറ്റവും മികച്ച ചിത്രം എടുത്താൽ അത് ലിയോയുടെ ഫസ്റ്റ് ഹാഫ് മാത്രമായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇതുവരെ കണ്ടുവന്ന വിജയിൽ നിന്നും വിജയുടെ ആക്ടിങ് ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാം ലിയോയിൽ ഡിഫറൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അതുമാത്രമല്ല ചിത്രത്തിൻ്റെ ക്വാളിറ്റി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ലെവൽ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു ലിയോയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ രീതിയും അതിൻ്റെ ക്വാളിറ്റിയും മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം വേറൊരു ലെവലായിരുന്നു ഫസ്റ്റ് ഹാഫ് മാത്രം. ചിത്രത്തിൻ്റെ ഹൈനായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ എടുത്ത രീതി തന്നെ വേറിട്ട് നിന്നിരുന്നു. ചിത്രത്തിൻ്റെ ആ ഹൈനയുടെ VFX അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിരുന്ന ചിത്രമായിരുന്നു ലിയോയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ. അതുപോലെ തന്നെ വിജയുടെ ടൈറ്റിലായിക്കോട്ടെ ഒരുപാട് തിയേറ്റർ മൊമെൻറ്റ് ഫസ്റ്റ് ഹാഫിൽ ചിത്രം ഒരുക്കി വെച്ചിരുന്നു. ഇതെല്ലാം നല്ല രീതിയിൽ ഞാനും എൻജോയ് ചെയ്ത ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ ഇൻട്രവൽ ബ്ലോക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻട്രവൽ ബ്ലോക്കിലാണ് ചിത്രം നിർത്തിയിരുന്നത്. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിനപ്പുറം സാധാരണ ഒരു ശരാശരി കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ചിത്രം വീഴുകയായിരുന്നു. ഒപ്പം സെക്കൻഡ് ഹാഫിൽ ലോജിക്കില്ലാത്ത ഒരുപാട് സീനുകളും അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. ഒപ്പം കുത്തിക്കയറ്റിയ LCUം കൂടി ആയപ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. എന്നിരുന്നാൽ പോലും ചിത്രത്തിൽ ഒരുപാട് തിയേറ്റർ മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് ചിത്രത്തെ രക്ഷിക്കുകയായിരുന്നു സെക്കൻഡ് ഹാഫ് ഉൾപ്പെടെ. ഒപ്പം മനുരുദ്ധിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, അതുപോലെ ആക്ഷൻ സീക്വൻസും ക്യാമറ വർക്കും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചിത്രത്തിൽ നിന്നിരുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ചിത്രം ഓവറോൾ ഗുഡ് എന്ന രീതിയിൽ കാണാം. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അതേ ലെവൽ സെക്കൻഡ് ഹാഫും വന്നിരുന്നെങ്കിൽ വിജയുടെ മാത്രമല്ല തമിഴ് സിനിമയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് ലിയോയെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്തായിരുന്നാലും അതിനുശേഷം ലോകേഷ് നല്ലൊരു പടം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കൂലിയാണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. കൂലിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ പറയാം. ഇപ്പം എന്തായാലും ലിയോയെക്കുറിച്ച് തന്നെ പറയാം. അങ്ങനെ ലിയോയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 600 കോടിയോളമാണ് ചിത്രം നേടിയത്. 2.0 ജയിലർ എന്നീ 2 ചിത്രങ്ങൾക്ക് ശേഷം 500ഉം 600 കോടിയും നേടുന്ന ചിത്രമായിരുന്നു ലിയോ. അപ്പോൾ നിങ്ങൾക്ക് ലിയോ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ വിജയുടെ പുലിയെക്കുറിച്ചും രജനീകാന്തിൻ്റെ എന്തിരിനെക്കുറിച്ചും പുലിമുരുകനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയെക്കുറിച്ച് നമുക്ക് വീണ്ടും കാണാം.